ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സരിത എസ് നായർ. എറണാകുളം കളക്ടറേറ്റിലെത്തിയ സരിത നാമനിർദ്ദേശ പത്രിക വാങ്ങി മടങ്ങി. എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡനെതിരെയാകും താൻ മത്സരിക്കുകയെന്നും സരിത അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിപ്പുകാരി എന്ന് പറഞ്ഞാണ് പാർട്ടിക്കാർ തന്നെ ആക്ഷേപിക്കുന്നത്. താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആറിൽ പേര് ചേർക്കപ്പെട്ട ആളുകൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഇത്തരം നടപടികളെ ചോദ്യം ചെയ്യുന്നതിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്നും അല്ലാതെ ജയിച്ച് MP ആയി പാർലമെന്റിൽ പോയി ഇരിക്കാനല്ലെന്നും സരിത പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഹൈബി വിജയിച്ചാൽ അത് ക്ലീൻ ചിറ്റായി വിലയിരുത്തപ്പെടും. ഒരു വട്ടം കൂടി കേരള മുഖ്യമന്ത്രിയായി CPM-നോട് കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടിക്കും എറണാകുളത്തെ ഈ വിജയം അനിവാര്യമാണ്. സോളാർ നായിക ദക്ഷിണ മേഖല ADGPS അനിൽകാന്തിന് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉമ്മൻചാണ്ടിക്കും KC വേണുഗോപാലിനുമെതിരെ ആദ്യം കേസെടുത്തിരുന്നത്. എന്നാൽ കാര്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും പ്രതിയായി തന്നെ ഇരുവരും ഇപ്പോഴും തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവർക്കെതിരെ കൂടി ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്നത്. ഹൈബി ഈഡൻ I ഗ്രൂപ്പുകാരനാണെങ്കിലും എറണാകുളത്ത് മത്സരിക്കട്ടെ എന്ന നിലപാട് ശക്തമായി സ്വീകരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പുറമെ പ്രതി ചേർക്കപ്പെട്ട KC വേണുഗോപാലും ഹൈബിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഹൈബിയുടെ വിജയം ഈ രണ്ട് നേതാക്കൾക്കുമെതിരായ പാപക്കറ കഴുകിക്കളയുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ. സോളാർ കേസ് മത്സരിക്കാൻ അയോഗ്യത അല്ലെന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചതും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കെട്ടിച്ചമച്ച കേസാണിതെന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ്. സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാതിരുന്ന ഉമ്മൻചാണ്ടിയെ AICC ജനറൽ സെക്രട്ടറി ആക്കിയതും പിന്നീട് പ്രവർത്തക സമിതി അംഗമാക്കിയതും കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണ്. കേരളമാണ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലും പറയേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ നിന്നും മത്സരിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചവരാണ് ഈ നേതാക്കൾ. MP ആയും ഉമ്മൻചാണ്ടി ഡൽഹിക്ക് പോയാൽ പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ തടസ്സമാകുമെന്ന അനുയായികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ കോൺഗ്രസിന് വീണ്ടും അധികാരം പിടിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണമെന്നതാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമം നടത്തിയ അഭിപ്രായ സർവേയിലും ജനസമിതിയിൽ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു മുന്നിൽ. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് തികഞ്ഞ കോൺഗ്രസ് മണ്ഡലമാണെങ്കിലും സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ളവർ മണ്ഡലത്തിൽ ചെങ്കൊടി പാറിച്ച ചരിത്രവുമുണ്ട്. ഇത്തവണ CPM രംഗത്തിറക്കിയ P രാജീവ് പൊതുസമ്മതനും പാർലമെന്റിൽ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ച വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റിൽ CPM-ഉം വലിയ പ്രതീക്ഷ പുലർത്തുന്നത്. സോളാർ വിവാദത്തിൽ വലിച്ചിഴക്കപ്പെട്ടതിൽ മനം നൊന്താണ് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനവും UDF ചെയർമാൻ സ്ഥാനവും ഏറ്റെടുക്കാതിരുന്നത്. അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Come to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.